നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് തന്നിരുന്നു. ഇത്തരത്തിലുള്ള കുറേ വർക്ക്ഷീറ്റുകൾ ചെയ്താണ് നമ്മൾ ഓരോ ചാപ്റ്ററിലും നമ്മൾ തരാറുള്ളത്. ഞാൻ ഒരിക്കൽ പറഞ്ഞതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, കാണുമ്പോൾ തന്നെ അത് ചിലപ്പോൾ ഒന്ന് മനസ്സിലായില്ല, അത് കിട്ടുന്നില്ല എന്ന് തോന്നും. പക്ഷെ അതിൽ നമ്മൾ ആ ശ്രമം ഉപേക്ഷിക്കരുത്. കീപ്പ് ഓൺ ട്രൈങ്. അങ്ങനെ തന്നെ ചെയ്താണ് നമുക്ക് ഏത് പ്രോബ്ലം കണ്ടാലും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് റിവീൽ ചെയ്യും. അപ്പോൾ ആ വർക്ക്ഷീറ്റ് എല്ലാവരും തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ വർക്ക്ഷീറ്റുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യനിലൊക്കെ തെറ്റുണ്ടാവട്ടെ, അത് നമുക്ക് പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ട്രൈ ചെയ്യാൻ നന്നായി ട്രൈ ചെയ്യുക, തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കിട്ടാതെ ഞാൻ ഇത് ഷെയർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് സമ്മുമായിട്ട്, അരിത്മെറ്റിക് സീക്വൻസിന്റെ സമ്മുമായിട്ടുള്ള ചില പ്രോപ്പർട്ടീസുകൾ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചില പ്രോപ്പർട്ടീസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സോ കൺസിഡർ an arithmetic sequence 5, 8, 11, 14, 17, 20, 23, etc. Plan. So what is a common difference? Common difference എത്രയാണ്? That is common difference d is equal to 8 minus 5 equal to 3. Clear? Okay. So you take any three numbers. 5 മൂന്നെടുത്തു, 5, 8, 11. ഇതിലത്തെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മൂന്ന് ടേംസ് എടുത്തു. പക്ഷേ 5, 8, 11 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അടുത്തടുത്ത് വരുന്ന മൂന്ന് നമ്പറുകൾ എടുത്തു. ക്ലിയർ? Now you just add first and third. 5 plus 11 ചെയ്തു by 2 കണ്ടുപിടിക്കുക. അപ്പോൾ 5 plus 11 16, 16 by 2 that is എത്ര വരിക? 8. So you got the middle number. അതൊരു സീക്വൻസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മൂന്ന് ടേംസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ the half of the sum of first and third will be the middle term. വേറെ മൂന്നെണ്ണം എടുക്കാം. നമുക്ക് ഇൻട്രസ്റ്റുള്ള മൂന്നെണ്ണം എടുത്തോളൂ. 8, 11, 14 എടുക്കാം. 8, 11, 14. ഇതിന്റെ എടുക്കുമ്പോൾ നമ്മള് ഇതെടുത്തു. അപ്പോ 8 plus 14 by 2. 14 plus 8 22 by 2 എത്രയാണ്? So you got the middle one. Clear? So what is the property? That is the three consecutive terms of an arithmetic sequence. See, half of the sum of first and third. Half of the sum of first and third will be the middle term. Clear? ഒരു arithmetic സീക്വൻസിലെ തുടർച്ചയായിട്ടുള്ള മൂന്ന് ടേംസ് എടുത്തു. കണ്ടിന്യൂസ് ടേംസ്. ഇപ്പൊ ഈ എക്സാമ്പിളില് 5, 8, 11 എടുത്തു. 5 plus 11 by 2 that is 16 by 2. That is middle term. That is എന്താണ്? മിഡിൽ ടേം. വേറെ തുടർച്ചയായിട്ടുള്ള മൂന്നെണ്ണം എടുത്തു. 8, 11, 14. 8 plus 14 22 by 2 equal to 11. ഇതാണ് ഈ പ്രോപ്പർട്ടി. അപ്പൊ നിങ്ങൾ തുടർച്ചയായിട്ടുള്ള ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ വരുന്ന മൂന്ന് നമ്പറുകൾ എടുത്തോളൂ. മിഡിൽ ടേം എന്ന് പറയുന്നത് അതിന്റെ ഫസ്റ്റത്തിനും തേർഡിന്റെയും സമ്മിന്റെ ഹാഫ് ആയിരിക്കും. ക്ലിയർ? That's the property. Write down. So what is the property? If A, B, C are three continuous terms of an arithmetic sequence. തുടർച്ചയായിട്ടുള്ള മൂന്ന് നമ്പറുകളാണ് A, B, C എന്ന് പറയുന്നത് ഒരു arithmetic sequence. അങ്ങനെയാണെങ്കിൽ മിഡിൽ ടേം is equal to A plus C by 2. This is a property. Clear? ഇങ്ങനത്തെ കണക്കുകളൊക്കെ വരും. അപ്പൊ അത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പറയരുത്. നമ്മൾ ഈ പ്രോപ്പർട്ടി മനസ്സിലാക്കുക. ഇതുമായി എന്തെങ്കിലും സ്ഥലത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അത് അപ്ലൈ ചെയ്യാനും ശ്രമിക്കണം. ഓക്കെ, അടുത്ത ഒരു പ്രോപ്പർട്ടി വെരി ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ് സമ്മുമായി ബന്ധപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രോബ്ലംസ് നന്നായിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പ്രോപ്പർട്ടി നോക്കാം.
the general form of the sum of first n terms of an arithmetic sequence. നോക്കൂ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? dn പ്ലസ് ബി ആണ് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോം. ശ്രദ്ധിക്കണം, അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഏതാണ്? ദ ജനറൽ ഫോം ഓഫ് ദി സം. അതാണ് പ്രത്യേകത കേട്ടോ. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് an arithmetic sequence. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് n ടേംസിന്റെ സമ്മിനൊരു ജനറൽ ഫോം. സമ്മിനൊരു ജനറൽ ഫോമാണ് pn സ്ക്വയർ പ്ലസ് qn എന്ന് പറയുന്നത്. pn സ്ക്വയർ പ്ലസ് qn ഇത് ഈ ഫോമിൽ വരും. ഇങ്ങനൊരു ഫോമിലാണെങ്കിൽ എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസിന്റെ n ടേംസിന്റെ സം ആയിരിക്കും. അതാണ് ഇത് പറയുന്നത്. ജനറൽ ഫോം എന്താണ്? pn സ്ക്വയർ പ്ലസ് q എന്ന് പറയുന്നത്. ക്ലിയർ? റൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ജനറൽ ഫോം, സമ്മിന്റെ ജനറൽ ഫോം എന്താണ്? s n is equal to pn സ്ക്വയർ പ്ലസ് qn. എന്താണ് p q? ഇതേപോലെ തന്നെ മനസ്സിലാക്കണം കേട്ടോ. p എന്ന് പറയുന്നത് d/2. d എന്താണ്? കോമൺ ഡിഫറൻസ് d/2. p എന്ന് പറയുന്നത് d/2 ആണ്. അത് നമ്മൾ നൊട്ടേഷൻ കൊടുത്തതെന്ന് മാത്രം. p എന്ന് പറയുന്നത് d/2. q എന്താണ്? q ശരിക്കും പറഞ്ഞാൽ d/2 പ്ലസ് f മൈനസ് d. ഇത് ഞാൻ ഇതിന്റെ തീരെ എഴുതിയത് മാത്രമല്ലോ, നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. q സിക്കൽ ടു എന്താണ്? q സിക്കൽ ടു f മൈനസ് d/2. ഇങ്ങനെയാണ് വന്നത്. അത് d/2 പ്ലസ് f മൈനസ് d. ഇത് നമ്മുടെ ആ സമ്മിന്റെ ഫോർമുല പഠിപ്പിച്ചില്ലേ ഞാനത്? ഹാഫ് ഇൻറ്റു d ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 പ്ലസ് bn. അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ആ സ്റ്റെപ്സ് ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ അറിയണ്ട. അത് ഞാൻ വേറെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. പക്ഷെ ഞാൻ തിയറിയുടെ ഇതിൽ പറഞ്ഞിരുന്നു മാത്രം. ശ്രദ്ധിക്കുക, q എന്ന് പറയുന്നത് എന്താണ്? d/2 പ്ലസ് f മൈനസ് d. ദാറ്റ് ഈസ് f പ്ലസ് d/2 മൈനസ് d. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ f മൈനസ് d/2. അപ്പൊ നിങ്ങൾ ഇത് ഓർത്താൽ മതി. q സിക്വൽ ടു എന്താണ്? f മൈനസ് d/2. ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ആവശ്യമുള്ളവർക്ക് വേണ്ടി പറഞ്ഞു മാത്രം. ക്ലിയർ? ഇപ്പൊ q എന്ന് പറയുന്നത് എന്താണ്? f മൈനസ് d/2. f എന്താണ്? ഫസ്റ്റ് ടേം. d/2 നമുക്കറിയാം, കോമൺ ഡിഫറൻസ്. ക്ലിയർ? അപ്പൊ ഇത് ഓർത്തിരിക്കുക. p എന്ന് പറയുന്നത് എന്താണ്? d/2. q എന്ന് പറയുന്നത് എന്താണ്? f മൈനസ് d/2. ക്ലിയർ? ഓക്കെ, അപ്പൊ p എന്താ പറഞ്ഞ? d/2. q എന്താ പറഞ്ഞ? f മൈനസ് d/2. ഇനി p പ്ലസ് q ചെയ്ത് നോക്കൂ. p പ്ലസ് q d/2 പ്ലസ് f മൈനസ് d/2. d/2 and d/2 get cancelled. So what you got? f. f എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം. അപ്പോ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോം ഇതേപോലെ തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം എങ്ങനെ കിട്ടുക നമുക്ക്? p പ്ലസ് q ചെയ്താൽ മതി. p പ്ലസ് q. പിയും q എന്താണ്? ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പിയും q എന്താണ്? p is the coefficient of n square. കറക്റ്റ്, അങ്ങനെ ചിന്തിച്ചോളെ. p എന്ന് പറയുന്നത് എന്താണ്? n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ്. q എന്ന് പറഞ്ഞത് എന്താണ്? n ന്റെ കോഎഫിഷ്യന്റ് ആണ്. q എന്ന് പറയുന്നത് n ന്റെ കോഎഫിഷ്യന്റ്. ക്ലിയർ? അങ്ങനെ കൂടി ഒരു അർത്ഥമുണ്ട്. ക്ലിയർ? അപ്പോ ഇതേപോലെ ഒരു ഫോം വന്നിട്ട് നിങ്ങളോട് പറയാണ് അതിന്റെ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അപ്പോ p പ്ലസ് q, ഈ പിയും ക്യൂവും കൂടി ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ഫസ്റ്റ് ടൈം. ക്ലിയർ? വെരി ഇമ്പോർട്ടന്റ് ആണ് അത്. അത് സൈൻ അടക്കം എടുക്കണം. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. സൈൻ അടക്കം എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ p പ്ലസ് q എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ടൈം. പിന്നെ p എന്ന് പറയുന്നത് എന്താണ്? d/2. ഇതിൽ നമുക്ക് എന്തും കിട്ടും? കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാം. വെരി ഇമ്പോർട്ടന്റ് ആണ്. അത് കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോ ഇത് ഒരു ജനറൽ ഫോം വന്നിട്ട് അതിൽ നിന്ന് f എങ്ങനെ കണ്ടുപിടിക്കാം, d എങ്ങനെ കണ്ടുപിടിക്കാം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. p എന്ന് പറയുന്നതാണ് d/2 വരിക. p പ്ലസ് q എന്ന് പറയുന്നതാണ്. നിങ്ങൾ ഇത് ഓർത്തിരുന്നാൽ മതി. ഫസ്റ്റ് ടൈം എങ്ങനെ കണ്ടുപിടിക്കാം? p പ്ലസ് q ചെയ്താൽ f കിട്ടും. അപ്പൊ നിങ്ങൾ ഇതിന് d എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കൂ. p എന്ന് പറയുന്നതാണ് d/2. അതിന്റെ d കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ? ആ പ്രോബ്ലത്തിൽ നമുക്ക് ക്ലിയർ ആക്കി എഴുതാൻ പറ്റും. ഓൾ ഓഫ് യു ക്ലിയർ? ഒരു പ്രോബ്ലം കൂടി ഞാൻ കാണിച്ചു തരും. അത് തന്നെ നിങ്ങൾക്ക് ഈ ആശയം നന്നായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഒരു പ്രോബ്ലം ചെയ്യാം. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് an arithmetic sequence is n square plus 2n. Find first term and common difference. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ ഫസ്റ്റ് ടൈം കോമൺ ഡിഫറൻസ്. വെരി ഇമ്പോർട്ടന്റ് പ്രോബ്ലം. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് n ടൈംസിന്റെ സം വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം?
ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് എഴുതണം. ക്ലിയർ? നമ്മൾ ആദ്യം എങ്ങനെ ചെയ്യേണ്ടത്? ലെറ്റ് തന്നിട്ടുള്ളത് Sn is equal to n square plus 2n. n square plus 2n. ഇനി വാട്ട്സ് ജനറൽ ഫോം? പിന്നെ പഠിച്ചില്ല നമ്മള്. ജനറൽ ഫോം എന്തായിരുന്നു? Pn square plus qn. ജനറൽ ഫോം പഠിച്ചു. ജസ്റ്റ് കമ്പയർ. ഇവിടെ n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒന്നുമില്ല, അർത്ഥം എന്താണ്? 1. അതിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 1. ഇവിടെ n കോഎഫിഷ്യന്റ് എത്രയാണ്? 2. ക്ലിയർ? അപ്പൊ നമ്മൾ നേരത്തെ ഫോർമുല പഠിച്ചില്ലേ? എന്താ പഠിച്ചത്? P plus Q is equal to എന്താന്ന് പഠിച്ചു? F. പഠിച്ചില്ലേ? P ഇവിടെ എത്രയാണ്? P എത്രയാ? എവിടെ ഇതാ? P എന്ന് പറയുന്നത് എത്രയാണ്? 1. കോഎഫിഷ്യന്റ് ഓഫ് n സ്ക്വയർ. Q കോഎഫിഷ്യന്റ് ഓഫ് n. Q എന്ന് പറഞ്ഞാൽ എന്താണ്? 2. അപ്പോ 1 plus 2 is equal to F. Therefore F is equal to എത്രയാണ്? 3. F is equal to 3. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആദ്യം ആ ഇക്വേഷന്റെ അടിയിൽ നമ്മുടെ ജനറൽ ഫോം എഴുതുക. Pn സ്ക്വയർ പ്ലസ് Qn. ഇവിടെ നോക്കൂ, ഇവിടെ n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1, ഇവിടെ P. അപ്പോ P1. ഇവിടെ Q എത്രയാണ്? 2. P is equal to 1, Q is equal to 2. ഫോർമുല പഠിച്ചു, F ന്റെ ഫോർമുല പഠിച്ചു. P plus Q is equal to F. That is 1 plus 2 is equal to F. That is F is equal to 3. Clear? P is equal to D by 2. Therefore 1 is equal to D by 2. D is equal to 1 into 2. അപ്പോ നമ്മളിപ്പോ പറഞ്ഞ എന്താണ്? ഒരു അരിതമെറ്റിക് സീക്വൻസിന്റെ സം ടു ഫസ്റ്റ് n ടേംസിന്റെ ജനറൽ ഫോം തരും. അതിൽ നിന്ന് കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേം കണ്ടുപിടിക്കും. അതാണ് ആദ്യത്തെ പ്രോബ്ലം. തന്നെയായിരുന്നു. ഒരെണ്ണം കൂടി നമുക്ക് ചെയ്യാം. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് അരിതമെറ്റിക് സീക്വൻസ് ഈസ് n square minus 2n. Find common difference. പിന്നെ ഫസ്റ്റ് ടേം. അപ്പൊ ആദ്യം കൂടെ എങ്ങനെ എഴുതാനാ പറഞ്ഞത്? ജനറൽ ഫോം. നമ്മൾ എങ്ങനെ ജനറൽ ഫോം പഠിച്ചത്? Pn സ്ക്വയർ പ്ലസ് Qn. നമുക്ക് തന്നിട്ടുള്ളത് ഏതാണ്? n സ്ക്വയർ മൈനസ് 2n. n സ്ക്വയർ മൈനസ് 2n. ക്ലിയർ? ഇനി ആദ്യം നമുക്ക് P എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു ഫോർമുല എന്താണ്? D by 2. D എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ഡിഫറൻസ് കേട്ടോ. ഈ P എന്ന് പറയുന്നത് എന്തിന്റെ കോഎഫിഷ്യന്റ് ആയിരുന്നു? n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് P. n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്. ഇവിടെ n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഒന്നുമില്ല. അതിന്റെ അർത്ഥം എന്താണ്? 1 എന്നാണ് അർത്ഥം. സോ P equal to 1. ഇനി നമുക്ക് ആദ്യം D കണ്ടുപിടിക്കാം. അപ്പൊ P യുടെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? 1 is equal to D by 2. Therefore D is equal to 2. Clear? D is equal to 2. ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി അപ്പൊ ഫസ്റ്റ് തന്നെ ഉത്തരം A. B ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. അപ്പൊ അതിനെ നമുക്കൊരു ഫോർമുല പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. എന്താണ്? P plus Q is equal to F. P plus Q is equal to F. P1 ആണ് ഇവിടെ. Q എത്രയാണ് ഇവിടെ? Q. നോക്കൂ, n ന്റെ കോഎഫിഷ്യന്റ് ആണ് Q. ഇവിടെ n ന്റെ കോഎഫിഷ്യന്റ് 2 ആണോ? അല്ല, -2. Q is equal to എന്താണ്? -2. ക്ലിയർ? അപ്പൊ എന്ത് വരും? 1 plus -2 is equal to F. Therefore F is equal to എത്രയാണ്? -1. F is equal to -1. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. എന്താണ്? ഒരു അരിതമെറ്റിക് സീക്വൻസിന്റെ സം ടു ഫസ്റ്റ് n ടേംസ് ഓഫ് എ സീക്വൻസ്, അതിന്റെ ജനറൽ ഫോം ആണ് തരാം കേട്ടോ. നമുക്ക് ജനറൽ ഫോം, ഇതിന്റെ ജനറൽ ഫോം എന്ന് വിളിക്കും. സമ്മിന്റെ ജനറൽ ഫോം. അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഫോമിലാണ് ജനറൽ ഫോം Pn സ്ക്വയർ പ്ലസ് Qn. P എന്ന് പറയുന്നത് D by 2 ആണ്. P എന്ന് പറയുന്നത് n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ്. Q എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ.
ക്യൂ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 2 അല്ല, -2 ആണ്. P + Q എന്ന് പറയുന്നതാണ് F. അത് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, അത് ബോക്സിലാക്കിയുള്ളൂ. ദാറ്റ് ഈസ് F = -1. ഓക്കെ, അപ്പോ വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം ഇത് മനസ്സിലാക്കുക, മറ്റേ വർക്ക്ഷീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ കൂടുതൽ പ്രോബ്ലംസ് തരുന്നതായിരിക്കും. ഓക്കെ, നന്ദി, നമസ്കാരം.